ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. കാവേരി 2.0 ഈ പുതിയ ജെറ്റ് എഞ്ചിൻ്റെ നിർമ്മാണം ഏത് ഘട്ടത്തിലാണെന്ന് പറയാൻ നമുക്ക് വലിയ താല്പര്യമുണ്ട്. ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അന്ന് മോദിയുടെ ഭാഗത്ത് നിന്ന് വമ്പൻ പ്രഖ്യാപനങ്ങൾ, ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതാണ്. കാവേരി 2.0 കുറിച്ചും എന്തെങ്കിലും ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. നമുക്കറിയാം, തേജസ്സിന് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് നൽകാനായിട്ട് പഴയ എഞ്ചിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള, റീഡിസൈൻ ചെയ്തിട്ടുള്ള ഈ കാവേരി 2.0 വരുന്നത്. അതിപ്പോൾ ഏത് ഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണം? കാവേരി എഞ്ചിൻ അത് എന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ജെറ്റ് എഞ്ചിനെ കുറിച്ച് പരസ്പര വിരുദ്ധവും അതുപോലെ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ വാർത്തകൾ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിപ്പം ഈ ഓഗസ്റ്റ് 15 നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തും എന്ന് ഉള്ള വാർത്തകളും ഇതിനിടയ്ക്ക് രംഗത്ത് വന്നു. ചിലർ പറയുന്നു ഇന്ത്യയുടെ കാവേരി 2.0 അല്ലെ 2.0 എന്നൊക്കെ പറയുന്ന എഞ്ചിൻ അത് അതിന്റെ നിർമ്മാണം ഒരു നിർണായക ഘട്ടത്തിൽ എത്തിയെന്നും 2030 തുടക്കത്തോടു കൂടി ആ എഞ്ചിൻ തേജസ്സിൽ ഉപയോഗിക്കാൻ പാകമാകും, അല്ലെങ്കിൽ അത്തരം തേജസ് റെട്രോഫിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോ തൽക്കാലം അമേരിക്കയുടെ GEയുടെ F404 എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത് മാറ്റിയിട്ട് ആ വിമാനങ്ങളിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച കാവേരി എഞ്ചിൻ കാവേരി 2.0 ഉപയോഗിക്കും എന്നൊക്കെയുള്ള വാർത്തകളാണ് ചില മാധ്യമങ്ങളിൽ വരുന്നത്. മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ കാവേരി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്ന കാവേരി എഞ്ചിൻ പ്രോഗ്രാമിന്റെ അത് വീണ്ടും പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനമായിരിക്കും ശ്രീ നരേന്ദ്രമോദി നടത്തുക എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള വസ്തുത എന്നുള്ളത് ഒരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ DRDOയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും പുറത്തു വന്ന വാർത്തകളും ഇടയ്ക്ക് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയും അതുപോലെ ഭരണകക്ഷിയായ BJPയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ, എക്സ് പ്ലാറ്റ്ഫോം ഹാൻഡിൽ വന്ന പോസ്റ്റുകളും ഒക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ കാവേരി 2.0 എന്ന എഞ്ചിൻ നിർമ്മാണം അത് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതാണ് സംശയാതീതമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വസ്തുത. കാവേരി എഞ്ചിൻ പ്രോഗ്രാമിന്റെ ചരിത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നമുക്ക് എത്താം. കാവേരി എഞ്ചിൻ പ്രോഗ്രാം 1990 യഥാർത്ഥത്തിൽ 86 ഇങ്ങനെ ഒരു ആശയം വരുന്നത്. ഇന്ത്യ തദ്ദേശീയമായിട്ടൊരു യുദ്ധവിമാനം നിർമ്മിക്കണമെന്നും അതിന് സ്വന്തമായിട്ടൊരു എഞ്ചിൻ നിർമ്മിക്കണമെന്നും ഒക്കെയുള്ള ആശയങ്ങൾ ബീജാഭാവം നടക്കുന്നത് 1986 പിന്നീട് അത് ഏതാണ്ടൊരു 10 കൊല്ലം കഴിഞ്ഞ് 1996 അത് ഒരു വലിയ അളവിൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത്. അതിനിടയ്ക്ക് അതിന് മന്ത്രിസഭാ അംഗീകാരമൊക്കെ കിട്ടി, അതിനുവേണ്ടി ഫണ്ട് അലോട്ട്മെന്റ് ഉണ്ടായി. 98 അതിന്റെ ഗ്രൗണ്ട് ടെസ്റ്റുകൾ തുടങ്ങി. അങ്ങനെ ഗ്രൗണ്ട് ടെസ്റ്റുകൾ തുടങ്ങിയ കാവേരി എഞ്ചിൻ പിന്നീട് അത് 2013 ശേഷം അത് യാഥാർത്ഥ്യമാകുമ്പോഴേക്കും അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധി അതിന് ആ എഞ്ചിൻ ഉദ്ദേശിച്ച ത്രസ്റ്റ് നൽകാൻ കഴിയുന്നില്ല. അതിന് ആഫ്റ്റർ ബർണറും കൂടി ഉപയോഗിക്കുമ്പോഴും ഏതാണ്ട് 72-73 കിലോ ന്യൂട്ടൺ ത്രസ്റ്റേ നൽകാൻ പറ്റുന്നത്. ഇന്ത്യയുടെ തേജസ് 1 വിമാനങ്ങൾക്ക്, അല്ലെ 1A ആദ്യം നിർമ്മിച്ച 1 ആണ്, പിന്നീട് ആയുധങ്ങൾ ഘടിപ്പിച്ച 1A ഏതാണ്ട് 84 കിലോ ന്യൂട്ടൺ വെറ്റ് ത്രസ്റ്റ്, അതായത് വെറ്റ് ത്രസ്റ്റ് എന്ന് പറയുന്ന ആഫ്റ്റർ ബർണറുടെ ഉപയോഗിക്കുന്ന, അതായത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും വേഗത വർദ്ധിപ്പിക്കുമ്പോഴും ഒക്കെ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കണം കുറച്ച് സമയത്തേക്ക്. അങ്ങനെ ഉള്ള അത്തരം എഞ്ചിനുകൾക്കാണ് ഈ ആഫ്റ്റർ ബർണർ സംവിധാനം ഉപയോഗിക്കുന്നത്. ഈ ആഫ്റ്റർ ബർണർ സംവിധാനം ഉപയോഗിച്ചാലും 83-84 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തേജസ് MK1A ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വന്നു. അങ്ങനെയാണ് അമേരിക്കയുടെ GEയുടെ F404 എന്ന എഞ്ചിൻ, F404 IN-20, അതായത് ഇന്ത്യക്കായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയതാണ് ആ എഞ്ചിൻ, നമ്മുടെ തേജസ്സിനായിട്ട്. ആ എഞ്ചിൻ പിന്നീട് നിർമ്മിച്ച് അവരത്
നമുക്ക് നൽകി. അപ്പൊ അതിലുള്ള കാലതാമസം 2023 അത്തരം 12 എഞ്ചിനും പിന്നീട് 24 തൊട്ട് ഓരോ വർഷവും 24 തൊട്ട് 28 എഞ്ചിനും ഒക്കെ തരുമെന്ന് പറഞ്ഞിടത്ത് ഇതുവരെ 2026 പകുതി കഴിഞ്ഞു, ഇപ്പോഴും നമുക്ക് ആകെ 7 എഞ്ചിനാണ് കിട്ടിയിരിക്കുന്നത്. തേജസ് വിമാന പ്രോഗ്രാം ഏതാണ്ട് അട്ടിമറിക്കപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. അപ്പോ ലോകത്തിനെ മുഴുവൻ ഒന്ന് ഞെട്ടിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ തേജസ് വിമാനത്തെ ഇനി അമേരിക്ക എന്തെല്ലാം കളി കളിച്ചാലും സ്വന്തമായിട്ട് നമ്മളുടെ കാവേരി എഞ്ചിൻ രഹസ്യമായിട്ട് നമ്മൾ അത് നിർമ്മിച്ച് നമ്മൾ അത് പ്രവർത്തനക്ഷമമാക്കും എന്നുള്ളൊരു സൂചന ഇപ്പോൾ കൊടുക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്തായിട്ട് തേജസ് വീണ്ടും തേജസ് എഞ്ചിൻ സർക്കാരിന്റെ പ്രോഗ്രാമിൽ അതൊരു മിഷൻ മോഡ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നും, മിഷൻ മോഡ് എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രാധാന്യമുള്ള ഒരു എഞ്ചിൻ എന്നുള്ള ഒരു രീതിയിൽ നിന്നും മാറ്റിയിട്ട് വെച്ചിരിക്കുകയാണെങ്കിലും 2 തരം എഞ്ചിനുകൾ ഇപ്പോ നമ്മൾ നിർമ്മിക്കുന്നുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തേജസിന്റെ ആദ്യത്തെ എഞ്ചിനെ അടിസ്ഥാനമാക്കിയിട്ട്, അതായത് തേജസ് ഡെറിവേറ്റീവ് എന്ന ഒരു എഞ്ചിൻ, ആ എഞ്ചിന്റെ കോർ എന്ന് പറയുന്ന, അതായത് ആഫ്റ്റർ ബർണർ ഇല്ലാത്ത ഭാഗത്തിന് ഏതാണ്ട് ഒരു, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത്തരം ഒരു എഞ്ചിന് ഒരു 49 കിലോ ന്യൂട്ടൺ എന്ന ത്രസ്റ്റ്, ആ ത്രസ്റ്റ് അച്ചീവ് ചെയ്യാൻ അതിന് പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി മറ്റൊരു രീതിയില് ബ്രഹ്മോസ് മിസൈലിലെ റാംജെറ്റ് ഉണ്ടാക്കിയ എഞ്ചിനീയർമാരുണ്ട്. അപ്പോ അവർക്ക് ഈ ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയുടെ കാര്യത്തിൽ അവർക്ക് ഒരു വൈദഗ്ധ്യമുണ്ട്. അവരുടെ വൈദഗ്ധ്യം ഉപയോഗിച്ച് നമ്മൾ ഒരു ആഫ്റ്റർ ബർണർ ഉണ്ടാക്കി. അങ്ങനെ ആഫ്റ്റർ ബർണറും ഈ എഞ്ചിന് ചില മാറ്റങ്ങളും വരുത്തി കോറിൽ. അങ്ങനെ മാറ്റം വരുത്തിയപ്പോൾ ഈ എഞ്ചിന്റെ കോറ് 49 കിലോ ന്യൂട്ടണോളം ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും, അതുപോലെ തന്നെ ആഫ്റ്റർ ബർണർ ഉപയോഗിക്കുന്ന എഞ്ചിൻ 83 കിലോ ന്യൂട്ടൺ വരെ, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന F404 IN-20യുടെ അത്ര തന്നെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ അതിന് കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ ഈ ഫെബ്രുവരിയിൽ പുറത്തു വന്നിരുന്നത്. അന്ന് അതിനെക്കുറിച്ച് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കുറെ വിവരങ്ങൾ പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലാണ് അത് ഉണ്ടായിരുന്നത്. അപ്പോ കാവേരി എഞ്ചിന്റെ നിർമ്മാണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. കാവേരി എഞ്ചിന്റെ ആദ്യത്തെ രൂപത്തിലുള്ള എഞ്ചിന്റെ ഉൽപ്പാദിപ്പിക്കുന്ന ത്രസ്റ്റിൽ നിന്നും കൂടിയ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോഴത്തെ കാവേരി എഞ്ചിന് കഴിഞ്ഞു എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യം. ഇനി അടുത്തത് കാവേരി 2, അത് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ എന്ന് പേരിട്ടിരിക്കുന്ന ആ ബ്രഹ്മോസ് എഞ്ചിനീയർമാരുടെ സഹായത്തോടു കൂടി റീഡിസൈൻ ചെയ്ത എഞ്ചിന്, ആ എഞ്ചിന് അതിന്റെ കോർ എന്ന് പറയുന്നത് ആഫ്റ്റർ ബർണർ ഇല്ലാത്ത ഭാഗം ഉപയോഗിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഘാതക് എന്ന് പറയുന്ന ഒരു വിമാനത്തിന്റെ പോലെ ഒരു 5 ടണ്ണിലൊക്കെ മുകളിൽ ഭാരമുള്ള ഈ ഘാതക് ഡ്രോണിലായിരിക്കും അത് ഉപയോഗിക്കാൻ പോകുന്നത്. 5ഒന്നുമല്ല, ഞാൻ ഒരു മിനിമം ഇത് വെച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ആ ഡ്രോണിൽ ഉപയോഗിക്കാനായിരിക്കും ഈ കോറ്, അതായത് ഏതാണ്ട് 49 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ എഞ്ചിൻ. അപ്പോൾ നിശ്ചയമായിട്ടും അതിനൊരു അത് പ്രയോഗിക്കാൻ ഒരു മേഖല നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അത് ഘാതക് ഡ്രോണിലായിരിക്കും. ഇനിയാണ് നമ്മൾ ഈ കാവേരി 2.0 അല്ലെങ്കിൽ 2.0 എന്ന് പറയുന്ന എഞ്ചിനെ കുറിച്ച് നമ്മൾ ഇനിയാണ് ചർച്ച ചെയ്യുന്നത്. അതായത് കാവേരി 2.0 ഈ കാവേരി ഡെറിവേറ്റീവിന്റെ കോറിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഡെറിവേറ്റീവിന്റെ ആദ്യത്തെ ഒറിജിനൽ കാവേരി എഞ്ചിന്റെ കോർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതൊരു 42 കിലോ ന്യൂട്ടണോ 43 കിലോ ന്യൂട്ടണോ ഒക്കെ മാത്രമേ ത്രസ്റ്റ് ഉള്ളൂ അല്ലെ. പക്ഷെ അതിനുശേഷം ഡെറിവേറ്റീവ് വന്നപ്പോൾ അത് 49.5 കിലോ ന്യൂട്ടന് മുകളിലോട്ട് വന്നു. ഇനി ഇപ്പോ നമ്മള് കാവേരി 2.0 പ്രോഗ്രാമില് 55 തൊട്ട് 60 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോറാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതിന്റെ വെറ്റ് ത്രസ്റ്റ് എന്ന് പറയുന്ന ആഫ്റ്റർ ബർണർ ഉൾപ്പെടെയുള്ള സംവിധാനത്തിന് 90 മുതൽ 100 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പല മാധ്യമങ്ങളും തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഇത് F404 IN-20ക്ക് പരമാവധി വെറ്റ് ത്രസ്റ്റ് 84 കിലോ ന്യൂട്ടനേ ഉള്ളൂ. ഈ പറയുന്ന 98 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് നമ്മൾ തേജസ് MK2 വേണ്ടി ഇനി നമ്മൾ നിർമ്മിക്കാൻ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്താനിരിക്കുന്ന തേജസ് MK2 വേണ്ടി
നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതുവരെ അതിന്റെ ഒരു എഞ്ചിൻ പോലും ഇന്ത്യയിൽ എത്തിയിട്ടില്ല. F414 എന്ന എഞ്ചിന്റെ ത്രസ്റ്റ് ആണ് പല മാധ്യമങ്ങളിലും ദൗർഭാഗ്യവശാല് അത് F4004ന്റെ ത്രസ്റ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ കാവേരി 2.0 എന്ന എഞ്ചിൻ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പോകുന്നത് തേജസ് MK2-വിലായിരിക്കും. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഡെറിവേറ്റീവ് എഞ്ചിൻ ബ്രഹ്മോസ് എഞ്ചിനീയർമാർ നിർമ്മിച്ച ആഫ്റ്റർ ബർണർ സഹിതം അതിന്റെ ഫൈൻ ട്യൂണിങ്ങും പെർഫെക്ഷനിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് ഭാവിയിൽ തേജസ് MK1A ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പുറത്തു വരുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. ഊഹിക്കുമല്ല, നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു വസ്തുത. ഇതിനോട് സമാന്തരമായിട്ട് നമ്മള് ഫ്രാൻസിന്റെ സഫ്രാനുമായിട്ട് ചേർന്നിട്ട് 120 kN തൊട്ട് 140 kN വരെ വെറ്റ് ത്രസ്റ്റ്, അതായത് ആഫ്റ്റർ ബേണറിന്റെ സഹായത്തോടു കൂടി ഒരു എഞ്ചിൻ നമുക്ക് നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കും. അതിന്റെ പ്രാഥമികമായ കരാറുകളെല്ലാം ഒപ്പിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അന്തിമ കരാർ ഒപ്പിട്ടോ എന്ന് സംശയമാണ്. അപ്പൊ സമാന്തരമായിട്ട് ഏറ്റവും കുറഞ്ഞ 2 എഞ്ചിനെങ്കിലും നമ്മൾ സമാന്തരമായിട്ട് നിർമ്മിക്കുകയാണ്. ഒന്ന് പൂർണ്ണമായിട്ടും തദ്ദേശീയമായ കാവേരി എഞ്ചിൻ 2.0, രണ്ടാമത്തേത് സഫ്രാന്റെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന പേരിട്ടിട്ടില്ലാത്ത 120 തൊട്ട് 140 kN ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിൻ. ഈ 120 to 140 kN ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിൻ ഇന്ത്യയുടെ AMCA എന്ന 5th ജനറേഷൻ എയർക്രാഫ്റ്റിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ ആ എയർക്രാഫ്റ്റിലാണ് ഈ ഒരു എഞ്ചിൻ ഉപയോഗിക്കാനുള്ള സാധ്യത. ഇതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ഈ ഒരു ഔദ്യോഗികമായിട്ട് ഈ പ്രസ്താവന വരുമ്പോൾ മാത്രമേ അതിന്റെ ഒരു കൃത്യമായ രൂപം നമ്മുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ. ഇത് വരും ദിവസം ഈ 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗത്തിൽ ഈ വിഷയം സംബന്ധിച്ചുള്ള കുറെ വ്യക്തത അതിലുണ്ടാകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജെറ്റ് എഞ്ചിന്റെ നിർമ്മാണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടിയന്തിരമാണ്. കാരണം ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായിട്ട് അത് നിർണായകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തൊരു കമ്പനിയും ഇനി ഇന്ത്യക്ക് ജെറ്റ് എഞ്ചിൻ പറയുന്ന സമയത്ത് തരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എല്ലാവരും ഇന്ത്യയെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. അത് ശത്രുവല്ല, ഒരു കോമ്പറ്റീറ്റർ, ഒരു മത്സരാർത്ഥിയാണ്. അപ്പൊ ഇന്ത്യക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യ പുരോഗതിയിലേക്ക് വന്നു. പല നിർണായക ടെക്നോളജികളും ഇന്ത്യ സ്വായത്തമാക്കിയിട്ട് ഇന്ത്യയുടെ സ്വന്തം സെൻസറുകൾ, ഇന്ത്യയുടെ ഏവിയോണിക്സ്, അതായത് ഒരു വിമാനത്തിന്റെ ഇലക്ട്രോണിക് സിസ്റ്റം, വിമാനത്തിലുള്ള റഡാറുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ പെർഫെക്ഷനിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ എഞ്ചിനൂടി നമ്മുടെ കൈവശം അതിന്റെ ടെക്നോളജി കൊണ്ട് നമുക്ക് സ്വായത്തമായാൽ നമ്മൾ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും വിമാന പദ്ധതികളെ നമ്മൾ വെല്ലുവിളിക്കും. ഇത് ലോകത്തിനറിയാം. അതുകൊണ്ട് പരമാവധി നമ്മളെ പിടിച്ചു വെക്കാൻ അവർ ശ്രമിക്കും. അത് അമേരിക്ക ആയാലും ഒരുപക്ഷെ റഷ്യ പോലും അത് ശ്രമിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ സുഖോയി ആർക്ക് വിൽക്കും അവർ? റഷ്യയുടെ വിമാനങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യയാണ്. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യയാണ്. പക്ഷെ ഈ ചർച്ചകളിലും ഇത്തരം ജോയിന്റ് വെഞ്ചറുകളുടെ ഇടയ്ക്ക് അവരറിയാതെ തന്നെ ഈ കാവേരി 2.0 നമ്മൾ നിർമ്മിച്ചിരിക്കും. ഒരുപക്ഷെ ഈ പറയുന്ന 90 മുതൽ 100 kN എന്ന് പറയുന്ന ത്രസ്റ്റ് ലെവലിൽ കഴിഞ്ഞിട്ട് ഈ 90 മുകളിലുള്ള വെറ്റ് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ 100% എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യക്ക് അടുത്ത ലെവലിലേക്കുള്ള എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാം. കാരണം ഇതിലെ നിർണായക ടെക്നോളജികളായിട്ടുള്ള ഈ അലോയികൾ, അതുപോലെ ഫുൾ എഞ്ചിൻ ഡിജിറ്റൽ അതോറിറ്റി, അതുപോലെ തന്നെ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി, ഇതൊക്കെ തന്നെ ഇന്ത്യ സ്വായത്തമാക്കി കഴിഞ്ഞിരിക്കും. അതായത് ഒരു എഞ്ചിന്റെ നിർമ്മാണത്തിന് അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. കാവേരി 2.0 ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ പോലും 1250 കിലോയോട് അടുപ്പിച്ചുള്ള ആ ഒരു റേഞ്ചിലുള്ള ഭാരമാണ് അതിനുള്ളത്. കാവേരി 2.0 എന്ന എഞ്ചിൻ വരുമ്പോൾ അതിന് 1000 കിലോയിൽ താഴെയായിട്ട് എഞ്ചിന്റെ ഭാരം കുറയും. ഇപ്പോൾ തന്നെ ഇതിൽ 100 കിലോ കുറയ്ക്കാനുള്ള ടെക്നോളജി നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞു. ഡെറിവേറ്റീവ് എഞ്ചിന് 1100
കിലോ എന്നുള്ള തൂക്കത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അത് വീണ്ടും താഴോട്ട് കൊണ്ടുവരും. ഏതാണ്ട് 1000 കിലോയുടെ അടുപ്പിച്ച ഭാരമുള്ള, അല്ലെ 1050 വരുന്ന ഒരു ഭാരമുള്ള എഞ്ചിനായിരിക്കും. അങ്ങനെ എഞ്ചിന്റെ വെയിറ്റ് നെ ത്രസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വെയിറ്റ് ടു ത്രസ്റ്റ് റേഷ്യോ വർദ്ധിക്കുകയും വിമാനത്തിന്റെ ശക്തി കൂടുകയും ചെയ്യും. വിമാനത്തിന് എഞ്ചിന്റെ ശക്തി കൂടുകയും ചെയ്യും. അതായത് സൂപ്പർ ക്രൂയിസിങ്ങോ അതല്ലെങ്കിൽ അതുപോലുള്ള ത്രസ്റ്റ് വെക്ടറിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെട്ടിച്ചു തിരിക്കാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം, ഒരു ആനുകൂല്യം വിമാനത്തിന് അതുകൊണ്ട് കിട്ടും. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. സമയപരിമിതി മൂലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.